നമ്മളെ വാപ്പ ഖബറിലാണ്, നമ്മളെ ഉമ്മ ഖബറിലാണ്, നമ്മളെ ഭർത്താവ് ഖബറിലാണ്, നമ്മളിൽ പലരും ആരുടെ മണ്ണിലാണ്. അവർക്ക് വേണ്ടിയാണ് വിചാരിക്കുന്നത്. നമ്മളെ മജ്‌ലിസിനെ ഫസ്റ്റ് മുതലേ സ്നേഹിച്ചു തുടങ്ങിയ ഈ മജ്‌ലിസിന്റെ അമരക്കാരൻ താനൂർ തിരൂരുള്ള നമ്മൾ ഇസ്മായിൽ കാക്കാന്റെ 3 മക്കളെ ആണ്ടാണ് അകാലത്തിൽ മരണപ്പെട്ടു പോയതാണ്. എണ്ണത്തിൽ 3 മക്കള്. പെണ്ണു മക്കളെ കൂടെ വാപ്പാക്കും മാതാപിതാക്കൾക്കും സ്വർഗം പങ്കിടാനുള്ള ആകെ നൽകണയില്ല. ഒരു അടിമിന്റെ ഭർത്താവിന്റെ ആണ്ടാണ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട തങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും ഇനി മതിയാവൂല. കാരണം ഇന്നും ഇന്നലെയൊക്കെ അത്രക്കും വിമർശകരാണ് എനിക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല കമന്റുകളും മനസ്സിനെ ഒരു കുളിർമയേകുന്ന ഒരുപാട് വാക്കുകളും തങ്ങളെടുത്ത് പോയിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ സമയം ഇവിടെ ബഹ്റൈനിൽ 3:15 നാട്ടില് മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുക. നാട്ടിൽ 5:15 സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങളും ചെറിയ തങ്ങളും അനിയനും എല്ലാവരും ഇരുന്നു കൊണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തതിന്റെ സമയം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് 2.5-3 മണിക്കൂർ. ഇതേപോലെ ഒരു ദിവസം 2 സമയമാണ് അവിടെ മജ്‌ലിസ് നടക്കുന്നത്, നൂറെ ഹബീബിന്റെ മജ്‌ലിസ് നടക്കുന്നത് അല്ലേ. 6 മണിക്കൂർ തങ്ങൾ ഇതിനു വേണ്ടി മാത്രം ചെലവഴിക്കുക. ഏകദേശം ഇന്നലൊക്കെ ഞാൻ നോക്കുമ്പം 20,000-ത്തിലധികം ആളുകൾ ഒരേ സമയം ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മജ്‌ലിസ്. ഇന്ന് ലോകത്തിൽ തന്നെ ഇത്രയും കൂടുതൽ ആളുകൾ ഒരാളെ ദുആക്ക് മജ്‌ലിസിൽ ആമീൻ പറയുന്നത് നൂറെ ഹബീബിന്റെ മജ്‌ലിസ് തന്നെ ഉണ്ടാവും. നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് മജ്‌ലിസുകൾ ഇപ്പം രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. ഞാനും ഇന്നും ഇന്നലെയൊക്കെ ഒരുപാട് മജ്‌ലിസുകൾ തിരഞ്ഞു നോക്കി. എല്ലാം 10,000-ത്തിന്റെ മേലെ പോകുന്നില്ല. പക്ഷെ ഇതിന് 10,000 കടന്ന് 15,000 കടന്ന് 20,000 നില കടന്നു ഓരോ ദിവസങ്ങളൊക്കെ. കാരണം ഇന്ന് കൊടക്കാട്ടേക്ക് തങ്ങളെ വീട്ടിലെത്തിപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകളാണ് പോലും. അതെന്തുകൊണ്ടാ? തങ്ങൾ തന്നെ പറയുന്നുണ്ട്, സ്കൂളില്ല, മദ്രസില്ല, 6 നോമ്പ് കഴിഞ്ഞിട്ടില്ല, നല്ല മഴയും. ഈ സമയത്തൊക്കെ സ്വന്തം മക്കളെയും കൂട്ടിയിട്ട് വേറോരോ സ്ഥലത്തേക്ക് ടൂറ് പോകാനും അമ്മായി പോകാനും ഉമ്മാന്റെ വീട്ടിലൊക്കെ പോകുന്ന മക്കളെയും കൂട്ടി പോകുന്ന ഉമ്മാര് ഇന്ന് നേരെ ഓടിയത് തങ്ങൾ കൊടക്കാട്ട് എത്തി എന്ന് പറഞ്ഞപ്പം അവരൊരു നോക്ക് കാണാൻ തങ്ങളെ ഇത്രയും വിമർശിച്ചപ്പോഴാണ് എല്ലാവർക്കും, എനിക്കടക്കം, ഒരു ബോധം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ. കാരണം ഞാനൊക്കെ ഈ സമയമാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ജോലി കഴിഞ്ഞ് റൂമിലെത്തി ഈ സമയമാകാൻ വേണ്ടിയിട്ട് തങ്ങളെ നൂറെ മജ്‌ലിസ് തുറന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിലെത്തിയിട്ട് തന്നെ കാണണം. അല്ലാതെ മൊബൈൽ ഇങ്ങനെ വെറുതെ ഇരുന്നത് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഓരോ ആളുകളൊക്കെ ഉണ്ടാവും. റൂമിലെത്തിയിട്ട് തന്നെ ഇത് തുറന്ന് വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തുകയാണ്. എന്നെപ്പോലല്ല ഇത്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഈങ്ങാപ്പുഴയുടെ സക്കീന, എന്നെ വിളിച്ചിരുന്നു. ഇതിന്റെ അഡ്മിനാണ്. ആ കുട്ടിക്കൊക്കെ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ ഒരുപാട് ഊരവേദനയായിട്ട് അനങ്ങാൻ കഴിയാതെ കട്ടിലിന്റെ മുകളിൽ കിടക്കുകയായിരുന്നു. ഇപ്പൊ 4 വർഷമായിട്ട് ഈ മജ്‌ലിസിൽ പോയി ഒരുപാട് മരുന്നുകൾ വാങ്ങി ചെലവഴിച്ച്, ഇംഗ്ലീഷ് മരുന്നുകൾ കുടിച്ച്, ഹോമിയോ കാണിച്ച്, അലോപ്പതി കാണിച്ച്, എല്ലാം കാണിച്ച് ഒരു മാറ്റവും ഇല്ല. ഒന്നുമില്ല. ഓൺലൈനിൽ ഈ മജ്‌ലിസിൽ ഇരുന്ന് ഉസ്താദിന്റെ ദുആ കേട്ട്, എന്താ ദുആയിൽ പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ, സലാത്തുകൾ, ദിക്റുകൾ, ഇതൊക്കെ അല്ലേ നമ്മളെ സമയം നമ്മൾ ചെലവഴിപ്പിക്കുന്നത്. അതിൽ വിശ്വാസം അർപ്പിച്ചപ്പം എൻ്റെ പ്രിയപ്പെട്ട സക്കീനക്ക് പോലും അവളെ രോഗത്തിന് മാറ്റമുണ്ട്. ദാരിദ്ര്യ കുടുംബം എന്നായിരുന്നു, വളരെ പാവപ്പെട്ട, ഒരു നേരം ആഹാരത്തിന് പോലും വകയില്ല എന്നൊക്കെ തന്നെ പറയാ, അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. ഇന്ന് സന്തോഷവതിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ് അവൾ ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ കേട്ടപ്പം വേറെ ഒരു വോയിസ്. ഇന്ന് എനിക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ സഹോദരി, കൊടക്കാട്ട് തങ്ങളെ വീടിന്റെ ഏകദേശം 5 കിലോമീറ്ററിനും അടുത്തുള്ള ഒരു വീട്ടിലൊരു സ്ത്രീ പറഞ്ഞൊരു വോയിസ് ഉണ്ട്. ഒന്ന് കേൾപ്പിച്ചുതരാം, ഒന്ന് കേട്ടോക്കി. അവിടെ അങ്ങനെ പൈസ ചോദിച്ചു വാങ്ങണമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ വലിയ വലിയ ഉദ്ദേശങ്ങളോട്ട് അവിടെ ചെന്നിട്ട് അത് നേടിയെടുക്കാൻ ചിലപ്പോ അത് സാധിക്കുമല്ലോ. മക്കളില്ലാത്തവര് വരുന്നുണ്ട്, കുട്ടികളെ കെട്ടിച്ചാലവര് വരുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഒരു മനുഷ്യനായ പല വിഷമത്തിലും ജീവിക്കുന്നവരെല്ലാണ്. പല പ്രയാസങ്ങളുണ്ടാവും, കടം കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ പലപോലും വന്നിട്ട് ഓൽക്ക് ഓലെ കാര്യം ശരിയാകുമ്പോൾ എന്തേലും അറിഞ്ഞു കൊടുക്കും.
അതുകൊണ്ട് മൂപ്പര് പാവങ്ങൾക്കൊരു അത്താണിയാണ്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണ്ടായാല്. ഈ കിട്ടുന്ന പൈസ തന്നെ തങ്ങള് ചോദിച്ചല്ല വാങ്ങണം, അല്ലാതെ തന്നെ തങ്ങൾക്ക് നമ്മളെ കാര്യം, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ ഫീസ്, ഗുളികന്റെ ഫീസ്, അല്ലാതെ നമ്മൾ അറിയാത്ത ഒരുപാട് ചെലവുകൾ, ഇനി അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെലവുകൾ, എത്ര പൈസ, അവര് പറയുന്ന പൈസ നമ്മൾ കൊടുത്തേ മതിയാവും. ഇത് നിങ്ങളൊരു പൈസ ഇല്ലാതെ പോയി നോക്കൂ, നമ്മൾ പൈസ വേണം ഞാൻ നോക്കുന്നു, ഏതെങ്കിലും ഒരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ പൈസ ഇല്ലാതെ തിരിച്ചു പോകുന്നത്? ഈ ഒന്ന് രണ്ട് വിമർശകരല്ലേ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കണം. ആ കൊടുക്കുന്ന പണം കൊണ്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവര് പിന്നെയും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും. പിന്നെ 10-15 5 പവനം 6 പവനം തവണയൊക്കെ 4 പവനം തോന്നുന്നു മറ്റു പറയുന്ന. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടമല്ല ഒരു പോയാൽ മതി, ഇല്ലാത്തവര് പോണ്ടല്ലോ. കേട്ടോ, ആർക്കേലും സഹായം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക, അത് നല്ലൊരു കാര്യല്ലേ. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കണത് നല്ലൊരു കാര്യല്ലേ. പിന്നെ ആ ദിക്കറിന്റെ അന്നൊക്കെ അവിടെ എത്രേ പാവങ്ങൾ വൈക്കക്കൂടി കുത്തിരിക്കണവർക്കൊക്കെ മൂപ്പരും കേട്ടു നോക്കണം. അവിടെ ഇരിക്കുന്ന നമ്മൾ കണ്ടതാ, വീഡിയോയിൽ കണ്ടതാ, തങ്ങളിങ്ങനെ നടന്നു പോവുക, കീശയിലുള്ള പൈസ എവിടെയെങ്കിലും ഒക്കെ ഉള്ളതെല്ലാം എടുത്തിട്ട് പാവങ്ങൾക്ക്. ഇങ്ങനൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും കാണിക്കാനാണ്? നിങ്ങൾ പറയും തങ്ങളെ നല്ല എടുത്ത് കൊടുക്കുന്നത്, തങ്ങൾക്ക് കിട്ടുന്ന പൈസ തങ്ങൾ ചെലവഴിക്കല്ല. വെറും 1600 സ്ക്വയർ ഫീറ്റിലാണ് ആ പാവത്തിന്റെ ഒരു വീടുള്ളത്. ബാക്കിയുള്ള തങ്ങന്മാരൊക്കെ വീടിന്റെ വലിപ്പൊക്കെ നമ്മൾ കണ്ടിട്ട്, അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയ വീടും മിറ്റവും എല്ലാം കെട്ടി പന്തലിച്ച്, ഇത് തങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ്, അവിടെ വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്റെ മുത്തുമണികളെ എന്ന് വിളിക്കുന്ന ആ ഒരു സംസാരം പോലും എവിടുന്ന് വന്നതാണ് ആ സംസാരം? പിന്നെ വിമർശകർ എന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് വിമർശകരുണ്ടാവും. നല്ലത് ഇപ്പൊ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും, അതല്ല നമ്മൾ പോയിട്ട് ഒരു മയക്കുമരുന്ന് വിൽക്കാനോ അല്ലെ കള്ളുടിക്കാനോ പോയി നമ്മൾ ആരെങ്കിലും വിമർശിക്കോ? നമ്മളെ പിടിച്ചിട്ടുണ്ടോ പോലീസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരും വിമർശിക്കില്ല. അവൻ നന്നാവണ്ട, അവനങ്ങനെ പോയിക്കോ, അവന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. അതേ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 100 ഉറുപ്പ്യ 4 ആൾക്ക് അവിടെ എടുത്തു കൊടുത്തു നോക്കണ്ടി, ഇപ്പുറത്തിരുന്ന ആൾക്കാർ എന്താ പറയാ, അവനെ എവിടുന്നോ അടിച്ചു മാറ്റി കൊണ്ടുവന്നാണെന്നേ പറയൂ. അതെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തങ്ങൾ എവിടുന്നോ ഉണ്ടാക്കി, തങ്ങൾ എവിടുന്നോ കട്ടും പിടിച്ചിട്ടൊന്നല്ലേ കൊണ്ടുവരുന്ന മുതല്. തങ്ങൾ കൊടുക്കുന്നത് നമ്മൾ പാവപ്പെട്ട ഇതേപോലെ ഇത്താത്ത പറഞ്ഞമായി തന്നെ, ഇത്താത്ത പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന പൈസ തങ്ങൾ ഇന്നലെ വന്നിട്ട് ആ സ്ഥലം 70ഓളം ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് സ്ഥലം ഓരി വെക്കുന്ന രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം, അത് തങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ മക്കളെ. അത് രജിസ്റ്റർ ചെയ്യാനുള്ള പൈസ നിങ്ങൾ കൊണ്ടുവരണം, അതും കൂടി എന്റെ അടുത്ത് ഇല്ല കേട്ടോ. ഉള്ള പൈസ മുഴുവൻ ചെലവാക്കുകയാണ്, കയ്യിലൊരു പൈസയും വെച്ചേക്കുന്നില്ല. അല്ലെങ്കിൽ അതെല്ലാം ഞാൻ ശരിയായിക്കോളാം എന്നാ തങ്ങൾ പറയണ്ടേ? ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, സംസാരങ്ങൾ, ആ പുഞ്ചിരി, അതിനെ തന്നെ നമ്മളൊന്ന് ബഹുമാനിക്കുക. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ബഹുമാനിക്കുക. നമ്മൾ പോയില്ലേ വേണ്ട, 20ഓളം ആളുകൾ ഇപ്പൊ അവിടെ ലൈവില്. വിചാരിക്കണം, നമ്മളെ വീട്ടിൽ നിന്ന് ആരൊക്കെ മരിച്ചിറങ്ങിയിട്ടുണ്ടോ, ഒരു ഖബറിലേക്ക് അല്ലാഹുവേ ഭാരകമാരെ നീ ഇറങ്ങി കൊടുക്കണമല്ല. എല്ലാവർക്കും തന്നെയാണ് യാസീൻ ഓതുന്നത്, ദുആ ചെയ്യാണ്, യാസീൻ ഓതുകയാണ്. ഈ 20,000 ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ ആരൊക്കെ മരണപ്പെട്ടു പോയി, ഞാൻ എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും വേണ്ടിയ എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ടോ? അല്ല, ഈ വിമർശിക്കുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ നിന്ന് മരണപ്പെട്ട് നിങ്ങളെ കുടുംബത്തിൽ ബാപ്പാരുണ്ടാവും, ഉമ്മാരുണ്ടാവും, വല്യാപ്പാരുണ്ടാവും, ഒരു യാസീന് ഒരു ദിവസം പോയിട്ട്, ഒരു മാസം പോയിട്ട്, ഒരു വർഷത്തിൽ ഒരു ആണ്ടിന്റെ സമയത്തെ പോലും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ പാത്രം കൊണ്ടൊക്കെ കൊടുക്കാനും മുല്യന്മാർ അവിടെ ഇരുന്ന് യാസീൻ ഓതുന്നുണ്ടാവും, നമ്മൾ ഓതുന്നുണ്ടോ? ഇത് ദിവസവും 2 നേരം ഫാത്തിയും യാസീനും മരണപ്പെട്ടവർക്ക് പോയിട്ട് ആ മജ്‌ലിസിലിരിക്കുന്ന 20,000ഓളം ആളുകൾ ഓരോ ദിവസവും ചെല്ലാണ്. ഇതൊക്കെ ഇല്ലാണ്ടാക്കണം നമുക്ക്. ഇതില്ലാണ്ടാക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആണോ? അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, ഇത് തുടരും. എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും തങ്ങളോട് പറയാൻ പോവുക, തങ്ങൾ ഇനി ഒന്നിനും പോകണ്ട. തങ്ങൾ കോടതിയിലൊക്കെ പോയിട്ടുണ്ട്, തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയത്. തങ്ങൾക്കൊരു പ്രതിഷേധിക്കാൻ ഒരു അവസരം ആളുകൾ പറഞ്ഞു കൊടുത്തതാണ്. തങ്ങളും വേണം ചെറുങ്ങനെ പ്രതിഷേധിക്കാൻ, മിണ്ടാതിരിക്കരുതെന്ന്. മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പെങ്കിൽ ഈ ഓലപ്പാമ്പുകളൊക്കെ വീണ്ടും വീണ്ടും ചാടി വരും. ഇപ്പൊ പെണ്ണുങ്ങൾ അവസാനിച്ചിട്ട് തങ്ങന്മാരെ കൊണ്ട് തന്നെയാണ്. ഈ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് പോറ്റി വലുതാക്കിയത് ആളുകൾ തന്നെയാണ് ഇപ്പം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്.
അതൊക്കെ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും വന്ന് ഇനിയും ഭാഗങ്ങൾ ഇപ്പൊ ചുഴന്നുകൊണ്ടിരിക്കുകയും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് തങ്ങളോട് കൂടി ഒരു കാര്യം പറയാനുണ്ട് ഈ അവസ്ഥ. തങ്ങൾ കാണുന്നുണ്ടാവും തങ്ങളെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇനിയും ശത്രുക്കൾ ഉണ്ടായിരിക്കാം. ശ്രദ്ധിക്കണം തങ്ങളെ, എല്ലാവരോടും പറയാം തങ്ങൾ ശ്രദ്ധിക്കണം. തങ്ങൾക്ക് ഇനിയും ശത്രുക്കൾ കൂടുക, കുറയൂല, ഒരിക്കലും കുറയൂല. കാരണം ഈ ആത്മീയ മജ്‌ലിസ് ഉയരങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാ നന്മകളും ഇതിനു വേണ്ടി ചൊരിയട്ടെ. പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് എന്നെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ഒരു മൊബൈലിലെ ഒരു നമ്പർ, ഈ ഒരു നമ്പർ ഞാൻ അതിൽ ഇട്ടുപോയിരുന്നു. നമ്പർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങൾ, അതിലെ വെറുപ്പിന്റെ വാക്കുകളൊക്കെ ഒരുപാടുണ്ട്, അതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ല ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കേൾക്കുന്ന നല്ല മനസ്സിലോട് നിങ്ങളൊക്കെ എല്ലാ ദിവസവും കേൾക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ആ മജ്‌ലിസ് കേൾക്കണമെന്ന്, മജ്‌ലിസിലേക്ക് പോകണമെന്നൊന്നും പറയുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോകും. മനുഷ്യനാണ്. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും വിഷയങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് മാറുന്നില്ലെങ്കിൽ നമുക്ക് പോകാനുള്ളത് പിന്നെ ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ ആത്മീയ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഞാൻ ഇരിക്കുന്ന ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എന്റെ ഈ കാര്യം നീ സാധിപ്പിച്ചു തരണേ റബ്ബേ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം വരികയാണ്, നമ്മുടെ അടുത്തേക്ക് ഒരു വിശ്വാസം വരികയാണ്. ഞാൻ ഇരിക്കുന്ന ഈ മജ്‌ലിസ് നമ്മളെ വീട്ടിലിരുന്നാൽ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുമോ, ആ ഒരു ഈമാൻ കിട്ടുമോ, ആ ഭക്തി കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ അത്രയും ആളുകൾ കൂടിയിരിക്കുന്ന അവിടെയൊക്കെ ആളുകൾ ഇപ്പൊ അവിടെയൊക്കെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ ആ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ പറയുന്നത് അതിനൊക്കെ നേരം വെളുത്ത് 7-8 മണി വരെ തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവരോടും ദുആ വസിയത്തോടെ